അജയ്, ഇത് വല്ലാത്ത രൂക്ഷമായ സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ യാത്രക്കാർക്ക് സംബന്ധിച്ച് മാത്രമല്ല, ഈ 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇറാൻ വളരെ ശക്തമായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇസ്രായേലും അമേരിക്കയുടെയും കാര്യം പറയുമ്പോൾ പോലും യുദ്ധം തുടങ്ങിയത് ഞങ്ങളല്ല, അവരാണ് തുടങ്ങിയത്, ശക്തമായ പ്രത്യാക്രമണം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും, അവർ എന്തായാലും അവരുടെ ഭാഗത്തു നിന്നും, ഇറാൻ്റെ ഭാഗത്തു നിന്നും അവർ നിലപാട് വ്യക്തമാക്കും, അല്ലെങ്കിൽ ഇറാന് കീഴടങ്ങുമെന്ന് അമേരിക്കയും പ്രസ്താവന ഇറക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ലെബനനിൽ ശക്തമായ ആക്രമണം നടക്കുന്നുണ്ട് ഇസ്രായേൽ ഭാഗത്ത്. നമുക്ക് ഇങ്ങനെ വളരെ ശക്തമായ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇത് സാധാരണ സിവിലിയൻസിനെ ആക്രമിക്കുന്നു. അതാണല്ലോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കുവൈത്തിലൊരു പെൺകുട്ടി മരണപ്പെട്ടതായിട്ടും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഈ സിവിലിയൻസിനെ ആക്രമിക്കപ്പെടുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, പെൺകുട്ടികളെ ഒരുമിച്ച് കുഴിച്ചു മൂടുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്, മണ്ണെടുക്കുന്നൊരു സാഹചര്യമൊക്കെ നമുക്ക് ദയനീയമായ കാഴ്ചകളാണ്. ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ പോകുന്ന ചോദ്യങ്ങൾ, പ്രതിസന്ധികൾ, അതെന്ന് മാത്രമേ. തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ഇന്നും ആക്രമണ മേഖലയിൽ വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ സൗദി അറേബ്യ 2 ക്രൂയിസ് മിസൈലുകളാണ് ഇൻ്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചതായിട്ട് ഇപ്പോൾ പുതുതായിട്ട് വിവരം വന്നിട്ടുള്ളത്. മേഖലയിൽ ഇപ്പോൾ രൂക്ഷമായിട്ട് തന്നെ സാഹചര്യം തുടരുകയാണ്. അതിനിടെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹെസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മിസൈലുകൾ ഇസ്രായേൽ അത് നിലം പതിക്കുന്നതിന് മുൻപ് തന്നെ നശിപ്പിച്ചു എന്ന് ഇസ്രായേൽ നിലവിൽ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മേഖലയിലുള്ള ഒരു സംഘർഷത്തിൽ യാതൊരു അയവുമില്ലെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് തന്നെ കാണാം, ഇപ്പോൾ US കോൺസുലേറ്റിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ അത് നിരവധി പേർ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് കേന്ദ്രങ്ങളിൽ നടന്നിട്ടുള്ള പ്രധാനമായിട്ടും ഈ ക്രൂഡ് ഓയിൽ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ഈ എണ്ണ റിഫൈനറികൾ, അതുപോലെ ഈ US കോൺസുലേറ്റ് പോലെയുള്ള സ്ഥലങ്ങൾ, ഇതുവഴി ഇങ്ങോട്ടൊക്കെ ആക്രമണം നടത്തുമ്പോൾ പ്രധാനമായിട്ടും ഈ സിവിലിയൻസ് കൊല്ലപ്പെടാനുള്ള സാധ്യതകൾ അത് വളരെ കൂടുതലാണ്. ഇതുവരെ തന്നെ പല വർക്കേഴ്സും ഈ ആക്രമണങ്ങളിൽ മരിച്ചതായിട്ട് വിവരമുണ്ട്. ഇന്ത്യക്കാരും ഈ തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഇപ്പോൾ നിലവിൽ മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ലെങ്കിലും മറ്റ് രാജ്യങ്ങളിലുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് അത് ദയനീയമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ മലയാളികൾക്കൊന്നും ഇതുവരെ അങ്ങനെ വലിയ തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. പലരും ആകാശത്ത് ഡ്രോണുകൾ, അതുപോലെ തന്നെ മിസൈലുകളുടെ ഇതൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഇതിൻ്റെ ശബ്ദങ്ങൾ പലതും കേൾക്കാറുണ്ട്. പക്ഷേ അവർ താമസിക്കുന്ന മേഖലകളിൽ ഇതുവരെ മിസൈൽ പതിച്ചതായിട്ടോ ആർക്കെങ്കിലും പരിക്കേറ്റതായിട്ടോ അത്തരം വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമല്ല. പലരുടെയും ഒരു ഗതാഗത സംവിധാനം ഇതെല്ലാം മുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ CBSE പരീക്ഷകൾ, SSLC പരീക്ഷകളെല്ലാം ഗൾഫ് രാജ്യങ്ങളിലുള്ളത് റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികളോടെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളിൽ തുടരാനാണ് പറയുന്നത്. സ്കൂളുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. മറ്റു വിദ്യാർത്ഥികൾക്കും നിലവിൽ ഇത്തരം ഒരു ക്ലാസ്സുകൾ മുടങ്ങുന്ന ഒരു പ്രശ്നമുണ്ട്. അതുപോലെ പല IT മേഖലകളിൽ വർക്ക് ചെയ്യുന്ന പലരോടും ഓൺലൈൻ വഴി വർക്ക് ചെയ്യാനാണ് പല കമ്പനികളും ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാലും അവർക്ക് അവരുടെ താമസ സ്ഥലങ്ങളിൽ നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നത് അത് നാട്ടിലുള്ള ബന്ധുക്കൾക്കും അതുപോലെ തന്നെ മറ്റ് അവരുടെ സുഹൃത്തുക്കൾക്കും എല്ലാം വലിയ തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഈ വ്യോമഗതാഗതം അത് സുഗമമായാൽ മാത്രമേ ഇത്തരം ആശങ്കകൾ അത് ഏറെക്കുറെ പരിഹരിക്കപ്പെടുകയുള്ളൂ. മാത്രമല്ല, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം സംയുക്തമായിട്ട് ഇറാനെ തള്ളിക്കൊണ്ട് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഈ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഈ ആക്രമണം അതിൻ്റെ കാര്യത്തിലൊരു നിലപാട് വന്നിട്ടില്ല. അതായത് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കുമെന്നോ അത്തരം കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് ഇറാന് നേരിട്ട് ആക്രമണം നടത്താൻ സാധിക്കും. എന്നാൽ ഇറാനിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ് US. പക്ഷേ അതുകൊണ്ട് തന്നെ US-ലേക്ക് അവർക്ക് നേരിട്ടൊരു ആക്രമണം അത് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് മേഖലയിലുള്ള US-ൻ്റെ സൈനിക കേന്ദ്രങ്ങളെയും അവരുടെ കോൺസുലേറ്റുകളെയും എല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഇതുവഴി US-നൊരു നഷ്ടമുണ്ടാക്കുക, US-നെ പ്രഹരമേൽപ്പിക്കുക, അതാണ് തന്നെയാണ്. എന്തായാലും ഇറാന് US-നെ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളിലെ US-നെ മിലിറ്ററി ബേസുകൾ അറ്റാക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കാം ഇറാനും മുന്നോട്ട് വയ്ക്കുന്നൊരു പശ്ചാത്തലം എന്ന് പറയുന്നത്. എന്തായാലും 5-ാം ദിവസം പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ അജയ് സുജാബിജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മളൊരു ഇടവേളയ്ക്ക് പോവാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളും തിരികെ എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.